അഡീഷണൽ നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട് ഹോണ്ടയുടെ. ടയർ ഭാഗവും പുതിയതാണോ? നല്ല ടയറാണ്, കണ്ടീഷൻ പുതിയ ടയറാണ്. പുതിയ ടയർ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് 2021 VXi സെമി ഹൈബ്രിഡ് ഈ ഒരു എർട്ടിക നിങ്ങൾക്ക് കൊണ്ടുപോകും. വെറും 30,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് 2019 മോഡല് SMT ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ്, 19 മോഡല്. ഇതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഗംഭീര മേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബ് വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അഖിലാണ് നമ്മുടെ കൂടെ. അഖിലെ, സ്വാഗതം. അപ്പോൾ ഇവർക്ക് 3 സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത് ഇവരുടെ. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വയനാട് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള സ്ഥലം ഏതായിരുന്നു? കൈനാട്ടിയുള്ള ഷോറൂമിലാണ് നമ്മളുള്ളത്. കോഴിക്കോട് 2 ഇടത്തിലുണ്ട്. ഒന്ന് പാവങ്ങാടും ഒന്ന് കൊടുവള്ളി, സൗത്ത് കൊടുവള്ളി. അപ്പോൾ 3 സ്ഥലങ്ങളിലാണ് ഷോറൂം. പിന്നെ നല്ല അടിപൊളി പ്രൈസിന് വണ്ടികൾ കിട്ടുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കഴിഞ്ഞ എല്ലാ വീഡിയോസും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൻ്റെ കമൻറ്റ് മാത്രം നോക്കിയാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല മാന്യമായ വിലയിൽ നല്ല വണ്ടികൾ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു ഗംഭീര മേള കഴിഞ്ഞത്. ഏകദേശം 250-ലധികം കാറുകൾ ഞാനന്ന് വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എത്ര സോൾഡായി? നമുക്ക് ഏകദേശം ഒരു 150 കാറുകളോളം. 150. ഓക്കെ, 106 കാറുകളുടെ ഞാൻ റീലിട്ടിരുന്നു. അത് നമ്മൾ ലാസ്റ്റിൽ എനിക്കൊന്ന് ഒരു 31-ാം തീയതി 1-ാം തീയതി എനിക്ക് ആ റീലിട്ടുണ്ടാവും. അതിനുശേഷം ഞങ്ങൾ ഒരു 5-ാം തീയതി 6-ാം തീയതി വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഇവന്റ്. പിന്നെ നീട്ടിയിട്ടുണ്ട് അല്ലേ? മൊത്തം ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? 25 ദിവസത്തോളം നമുക്ക് ഇവിടെ കൽപ്പറ്റ തന്നെ ടൗണിൽ സംഘടിപ്പിച്ചിരുന്നു. 150ഓളം വണ്ടികൾ സോൾഡായി ഏകദേശം ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പുതിയ സ്റ്റോക്കാണോ അല്ലെ മേളയിൽ വെച്ച വണ്ടികളുണ്ടോ? കുറച്ച് വണ്ടികളോ, വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ. ബാക്കിയൊക്കെ നമുക്ക് ഇവന്റ് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ആയിക്കോട്ടെ. ബാക്കിയുള്ള കുറെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കുറച്ച് വണ്ടികളുണ്ട്, ഒരു 2-3 വണ്ടികളുണ്ടാവും. ഓക്കെ, ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒരു എത്ര ബഡ്ജറ്റിനടക്കമുള്ള വണ്ടികളാണ് ഇന്ന്? നമുക്ക് ഒരു 35,000-40,000 രൂപ മുതൽ ഒരു 8,70,000 വരെ 9 ലക്ഷത്തിനുള്ളിലുള്ള വരെ വെഹിക്കിൾസ് ഉണ്ട്. 9 ലക്ഷത്തിന്റെ ഉള്ളിൽ. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതിപ്പോൾ പറഞ്ഞു. ഇപ്പോൾ 1 ലാഖിന്റെ താഴെ ഒരു ചെറിയ സെഗ്മെന്റ് കാറുകൾ എത്ര ഉണ്ടാവും? നമുക്കൊരു വീഡിയോയിലെല്ലാം കാണിക്കാൻ പറ്റില്ല, അറിയാം. അതാ പറഞ്ഞ അടുത്ത് ആദ്യം തന്നെ കാണുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. അതെ, ഒരു 60-70 വണ്ടി ഇപ്പം നിലവിൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. മൊത്തത്തിൽ ഇതിൽ 1 ലാഖിന്റെ താഴെ എത്ര വണ്ടി? 1 ലാഖിന് താഴത്തെ ഏകദേശം ഒരു 10 വണ്ടിന് വണ്ടി. ഒരു 2 ലാഖ് to 5 ലാഖിന്റെ ഇടയിലായിട്ട് ഏകദേശം ഒരു 25-30 വണ്ടിയുടെ അടുത്തുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ബാക്കി അതിന്റെ മുകളിലോട്ടും ഉണ്ട് അല്ലേ? 5 ലക്ഷത്തിന്റെ മുകളിലോട്ട് 10 ലക്ഷത്തിന്റെ ഇടയിലായിട്ടൊക്കെ വണ്ടികളുണ്ട്. അപ്പൊ ഈ ബഡ്ജറ്റിൽ വരുന്ന എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്ക് വേണ്ട ഒരു വണ്ടി ഇവിടെ ഉണ്ടാവും അല്ലേ? എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ആദ്യം നമുക്ക് ഈ ഹോണ്ട സിറ്റിയിൽ തുടങ്ങാം. ഹോണ്ട വണ്ടികൾ അറിയാലോ, നല്ല മെയിൻ്റനൻസ് കുറഞ്ഞ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ സെഗ്മെന്റ് വാഹനങ്ങളാണ് അല്ലേ? ഓക്കെ, അതിൽ സിറ്റി എന്ന് പറയുന്നത് സെഡാൻ കാറ്റഗറി നമ്മൾ ആദ്യം മനസ്സിലോടെ എത്തുന്ന ഒരു വണ്ടിയാണ്. ഹോണ്ട സിറ്റി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡല് ഹോണ്ട സിറ്റി SV എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അതായത് എസിന്റെ മുകളിൽ വിന്റെ തൊട്ട് താഴെ അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, പറയാൻ മറന്നു. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ് വരിക. 2015 മോഡൽ അല്ലേ? 2015 മോഡൽ SV CVT ആണ്. പുഷ് ബട്ടൺ ഉണ്ടാവില്ല. അലോയ്സ് വരുന്നില്ല. അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഹോണ്ടയുടെ സാധനം തന്നെയാണ്. വീൽ അലോയ് വരും, SV-ല് അലോയ് വരില്ല. പക്ഷെ അഡീഷണൽ നല്ല അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട് ഹോണ്ടയുടെ. ടയർ ഭാഗവും പുതിയതാണോ? നല്ല ടയറാണ്, കണ്ടീഷൻ പുതിയ ടയർ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു സർവീസ് ചെയ്യാനാണ് പറയുന്നത്. ഈസ്റ്ററിലാണെങ്കിലും ഞങ്ങളൊന്ന് ചെയ്യാൻ ഒരു സർവീസ് അതെല്ലാ വണ്ടിക്കും നിങ്ങൾ എവിടുന്ന് യൂസ്ഡ് വാഹനങ്ങൾ എടുത്താലും ജനറൽ സർവീസ്, അലൈൻമെന്റ്, ഫിൽട്ടർ ചേഞ്ചിങ് ഇതൊക്കെ ഒന്ന് ചെയ്യാം. എന്താ വെച്ചാൽ നെക്സ്റ്റ് സർവീസിന്റെ ഡ്യൂ ഡേറ്റ് നമുക്ക് ഓർമ്മയും വരും. മുമ്പുള്ള കസ്റ്റമർ ചെയ്തിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. പക്ഷേ ചെയ്യാനാണ് ഞങ്ങളും പറയാം. കറക്റ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ കിലോമീറ്ററും അല്ലെങ്കിൽ ആ ചെയ്ത ഡേറ്റ് വെച്ച് വണ്ടി ഇറങ്ങാൻ ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് വണ്ടി എടുക്കുമ്പോൾ അതൊന്ന് ചെയ്ത് കളയാം സർവീസ്. ഇല്ലെങ്കിൽ ഷോറൂം ആരോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ്, CVT ഗിയർ ബോക്സ്. ഒരു 10 to 13 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. പക്ഷേ നല്ല പെർഫോമൻസ് ആയിരിക്കും അല്ലേ? അതെ, CVT ആയതുകൊണ്ട് തന്നെ. എത്രയാണ് ചോദിക്കുന്നത്? എത്ര ഇപ്പോൾ? ഇത് നമ്മൾ പ്രൈസ് നെറ്റ് പ്രൈസ് ആക്കിയിട്ട് ഒരു 4,75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലാഖ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ ഹോണ്ട സിറ്റി SV ഓട്ടോമാറ്റിക് 2015 മോഡൽ 4,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്ക് കാറിന്റെ വാല്യൂന്റെ ഒരു 90% ലോൺ കൊടുക്കും. ഒരു 4-4.25 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കും. അത്രയും കിട്ടും. 19,000 രൂപ ഇറക്കാൻ പറ്റിയ മുതലാണിത്. അടുത്ത നിങ്ങൾ 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു എർട്ടിക ഉണ്ട് ഇവിടെ.
ഇതെങ്ങനെ ഡീറ്റെയിൽ അഗി? ഇത് 2021 മോഡല് എർട്ടിഗ VXi വരുന്നത്. VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 21 സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ വരാം? സ്മാർട്ട് ഹൈബ്രിഡ് സെമി. ഓക്കെ, അതായത് സാധാരണ പെട്രോൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു 11-15 വരെയൊക്കെ മൈലേജ് കിട്ടുക. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു 18-19 റേഞ്ചൊക്കെ കിട്ടാൻ ചാൻസ്. ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. ആ റേഞ്ച് മൈലേജ് കിട്ടും. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഓക്കെ, ഫുൾ ഹൈബ്രിഡ് ആണെങ്കിൽ 20 മേലെ തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു 7 സീറ്റർ വണ്ടി. ഓട്ടം എത്ര പോയി? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21. ഇതിൽ ഹിസ്റ്ററിയിൽ ചെറിയൊരു ഇതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററിയിൽ ഒരു എൻട്രി ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 40,000 എന്നാണ് എഴുതിയത് ലാസ്റ്റിൽ. അത് നമ്മൾ ഓൾറെഡി കറക്ഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർ അതിൻ്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ എന്തോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അപ്പോൾ നിലവിൽ 30,000 ആയിട്ടുള്ളൂ അല്ലേ? 30,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എൻട്രി ചെയ്താൽ മാറിപ്പോയിട്ടുണ്ട്. 40,000 എന്നാണ് സർവീസ് തപ്പിയാൽ കിട്ടുക. ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് മാറ്റാൻ. ക്ലിയർ ആയിട്ട് ഇപ്പം തന്നെ പറയാണ്. പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട അതിൽ. ഓക്കെ, അപ്പോൾ VXi പ്രൊജക്റ്റുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ്പട്ടം വരുമോ VXiയിൽ? ഇല്ല, ബട്ടൺ സ്റ്റാർട്ട് അല്ല, സാധാ കീ തന്നെ വരുന്നത്. കീ എൻട്രി തന്നെയാണ്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് നെറ്റായിട്ടൊരു 8,65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നെറ്റ് റേറ്റ് ആണല്ലേ? അതെ. 865 2021 VXi സെമി ഹൈബ്രിഡ് ഈ ഒരു എർട്ടിക നിങ്ങൾക്ക് കൊണ്ടുപോകും. വെറും 30,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ വാറണ്ടിയിൽ കൊടുക്കൂലേ? വാറണ്ടി കൊടുക്കും. ഓക്കെ, സിറ്റിക്ക് കിട്ടൂലല്ലോ നിങ്ങളുടെ വാറണ്ടി? ഹോണ്ട സിറ്റി 2014 ആയതുകൊണ്ട് കൊടുക്കാം. അത്രയും മോഡൽ പഴക്കം. 9 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്കെല്ലാം കൊടുക്കാം. പക്ഷെ ഇവരെ ചെക്കിംഗ് ആണ്, വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ എടുക്കുന്നത്. അതേ ഉള്ളൂ. ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, കിലോമീറ്റർ ടാമ്പറിങ്, ഇതൊന്നും നമ്മൾ എടുക്കാറില്ല. പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 90%, അതായത് ഏകദേശം ഒരു 7 ലക്ഷം രൂപ, 750 ലോൺ നമുക്ക് നോക്കാം. ഒരു 1 ലക്ഷം കണ്ടാ ഇറക്കുന്ന വിധത്തിൽ. അടുത്തത് ഹോണ്ടയുടെ അമേസ് ആണ്. ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. സിറ്റിയുടെ അത്ര വലുപ്പം ഉണ്ടാവില്ല, കുറച്ചൊരു ചെറിയൊരു കോമ്പാക്ട് സെഡാൻ. ഓക്കെ, ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡല് SMT ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ്. 19 മോഡല്. ഇതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല. മെയിനായിട്ട് അത് രണ്ടാണ്. പിന്നെ ഡിഫോഗർ ലൈൻസും ഉണ്ടാവും. സ്റ്റീരിയോന്റെ കാര്യത്തിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. ചെറിയ മാറ്റം ഉണ്ടാവും, അതേ ഉള്ളൂ ടോപ്പിലേക്ക് പോകുമ്പോൾ. പിന്നെ ഫോഗ് ലാമ്പ് അല്ലേ? അതെ. ഓക്കെ, ബാക്കി എങ്ങനെയാ ഓട്ടോ? കിലോമീറ്റർ ഒരു 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ് വരുന്നത്. 19 മോഡലിൽ 62,000. ഓക്കെ, നോർമൽ ഓട്ടോ തന്നെ. സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ മാനുവൽ ആണ്. 12 ലോങ്ങിലൊക്കെ നിങ്ങൾ അത്യാവശ്യം നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 16 വരെയൊക്കെ നല്ല മൈലേജ് എന്തായാലും കിട്ടും അല്ല? ഓക്കെ, ലോങ്ങിലൊക്കെ കറക്റ്റ് നോക്കി ഓടിക്കുകയാണെങ്കിൽ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ടുള്ള ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം നല്ലൊരു വണ്ടിയാണ്. എത്ര ചെയ്ത ചോദ്യം എത്രയാണ്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആക്കിയിട്ട് ഒരു 5,35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 5,35,000 2019 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ മാനുവൽ SMT ഈ ഒരു ഹോണ്ട അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അമേസിൻ്റെ 3rd ജനറേഷൻ വണ്ടിയാണ്. അപ്പോൾ മെയിൻ്റനൻസ് കുറഞ്ഞ് നല്ലൊരു വലിയൊരു കാറ് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡിക്കി സ്പേസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഈ എടുക്കുന്ന എമൗണ്ട് കണ്ടാൽ മതി. ബാക്കി പിന്നെ ഒരു 2,000-3,000 രൂപയ്ക്ക് ഓയിൽ സർവീസ് ചെയ്ത് പോവാം. പുറത്തുനിന്നാണ്, കമ്പനിന്നല്ല. കമ്പനിയിൽ കോസ്റ്റ് കൂടും. പുറത്തുനിന്നാണെങ്കിൽ അവർ ചിലവ് ഏത് ബ്രാൻഡായാലും കമ്പനി കൂടും. കമ്പനി വെച്ചാൽ കറക്റ്റ് അവർ ആ പീരിയോഡിക്കൽ വരുന്ന കറക്റ്റ് കാര്യങ്ങൾ അവർ മാറ്റി കംപ്ലീറ്റ്. പിന്നെ അതിന്റെ ഗുണവും കൂടി പറഞ്ഞല്ലോ, ഒന്ന് ഹിസ്റ്ററിയിൽ ഉണ്ടാവും, പിന്നെ ജെന്യൂൻ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് റീഫർ ചെയ്യുക. അതെ, പുറത്തുനിന്ന് മാറ്റുമ്പോൾ വെച്ചാൽ പാർട്സ് ഒന്നും മാറാനല്ല പറയുന്നത്, ഓയിൽ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറുമല്ലോ? ഒരു 5 നമുക്ക് ലോൺ ഒരു 5 ലക്ഷം രൂപ വരെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു 10-35,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇറക്കാം. അടുത്ത വണ്ടി വീണ്ടും ഹോണ്ട അമേസ് തന്നെ, ഒരു പച്ചക്കളം ബ്രോൺസ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല്, നേരത്തെ കണ്ട പോലെ തന്നെ ആണ് വരുന്നത്. SMT ആണ് വരുന്നത് വേരിയന്റ്. SMT ആണ് കൂടെ. ഇതില് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അലോയ്സ് ഇല്ല. ഓക്കെ, ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇത് 70,000 കിലോമീറ്റർ ആണ് ഓടിയിരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിളാണ്. ഓക്കെ, വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ ഹിസ്റ്ററി അല്ല? പ്രോപ്പർ ഹിസ്റ്ററി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. 2018 മോഡൽ. നേരത്തെ കണ്ടത് 19 ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 5,15 ആക്കിയിട്ട് കൊടുക്കും. 5,15,000 രൂപയ്ക്ക് 2018 SMT അഡീഷണൽ ഫോഗ് ലാമ്പ് ഇതൊക്കെ ചെയ്ത ഒരു ടയറും 4 പുതിയ ടയറാട്ടോ. പുതിയ ടയർ, പുതിയ ടയറാണ്. ഓക്കെ, അപ്പോൾ ടയർ ഭാഗങ്ങളിലേക്ക് ഒന്നും നോക്കാനില്ല. 4 ടയർ മാറിനാൽ തന്നെ മിനിമം ഒരു 18,000-20,000 രൂപ, എന്തായാലും 15 രൂപേൻ്റെ മുകളിൽ എന്തായാലും 15 രൂപേൻ്റെ മുകളിൽ കാണും. അപ്പോൾ അതും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം ക്ലീൻ ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോൺ എത്ര കയറുകയില്ലേ?
ഒരു 4.25 റേഞ്ചിൽ ലോൺ കൊടുക്കും. അടുത്തത് ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അൾട്ടോ KL58 തലശ്ശേരി രജിസ്ട്രേഷൻ മോഡൽ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡൽ LX വരുന്നത്. ഓക്കെ, 11 LX 99,000 കിലോമീറ്റർ കിട്ടുള്ളൂ. ഓട്ടം പിന്നെ ഒരു ഇയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു കാര്യമില്ല. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് നോക്കാം. പേപ്പർ എന്താ ഇപ്പോൾ പാട്? പേപ്പർ ഓഗസ്റ്റിലേക്ക് വരുന്നത്. ഓഗസ്റ്റിലേക്ക് മാറില്ല. ഓക്കെ, 11 മോഡലാണ്. അപ്പോൾ 26 ഓഗസ്റ്റിൽ ഇപ്പോൾ പേപ്പർ വരും, ടെസ്റ്റ് വരും. അത് എടുത്തിട്ടുള്ള വിലയാണ് പറയുന്നത് നമ്മൾ? അല്ല, ഞങ്ങൾ ഈ കണ്ടീഷനിലാണ് വില പറയുന്നത്. ഈ കണ്ടീഷനിൽ ഓഗസ്റ്റിലേക്ക് പറഞ്ഞാൽ ഇനി 8 മാസം ഉണ്ടല്ലോ. ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. എത്രയാണ് അപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് നെറ്റായിട്ട് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി. 1 ലക്ഷത്തിന് 2011 അൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് മൊത്തത്തിൽ. അതില്ല, നമുക്ക് പക്ഷേ എന്താ പറയുക, ഇവന്റ് കഴിഞ്ഞ് വന്നതിന്റെ ചെറിയൊരു തിരക്കിലാണ് ഇപ്പോഴും. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെ മഞ്ഞ് വീഴ്ചയുണ്ടോ? വയനാടാണ്, സൈഡിലാണ്. പൊടിയും പിടിക്കും, മഞ്ഞ് വീഴും, പൊടി വരും, രണ്ടും കൂടി വരും. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇത് പേപ്പർ ആക്കണമെങ്കിൽ ഒരു 15,000 കാണേണ്ടി വരും. ഇപ്പോൾ റേറ്റ് കുറച്ചെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കുറച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എന്തായാലും ഒരു 15-17 രൂപേൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യണം. 5 വർഷത്തേക്കുള്ള പേപ്പർ എടുക്കേണ്ടി വരും. ആ ഒരു കോസ്റ്റ് കാണണം. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല, കാര്യമായിട്ടുള്ള വർക്കൊന്നും എടുക്കാനൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു i20 ആണ്. KL11 രജിസ്ട്രേഷൻ, കോഴിക്കോട് വണ്ടി. ഇതിൻ്റെ 4 ടയറും പുതിയതാ? പുതിയ ടയറാണ്, 4 ടയറും പുതിയ ടയറാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല, ഒന്നും നോക്കണ്ട. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്ന സ്പോർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഡീസൽ സ്പോർട്സിൽ അന്ന് അലോയ്സ് ഉണ്ടോ? അലോയ്സ് ഉണ്ട്, DR വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, DR, ഫോഗ് ലാമ്പ്, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളും ഉണ്ട്. AC. അതെ. ഓക്കെ, അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ കോമ്പറ്റീറ്റീവ് വെഹിക്കിളൊന്നും ഇത്ര ഫീച്ചേഴ്സ് വരുന്നില്ല. സ്വിഫ്റ്റിലില്ല. സ്വിഫ്റ്റ് ZX ഇല്ലെന്നാണ്. അല്ല, അന്ന് ഇറങ്ങിയ ZX-നേക്കാളും ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്തുണ്ട്. അത്രയും ഓപ്ഷൻസ് വരുന്ന വാഹനമാണ്. പിന്നെ ഡീസലാന്ന് പറഞ്ഞു. മൈലേജ് 18-20 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല ഡ്രൈവിംഗ് കംഫർട്ടായിരിക്കും. പിന്നെ മൊത്തത്തിലൊരു ക്യൂട്ട് ലുക്ക് വണ്ടിയാണ്. ഓക്കെ, ഒരിക്കലും ഔട്ടാവാത്തൊരു മോഡലാണ്, ഒരു ഷേപ്പാണ്. എങ്ങനെ ബാക്കി ഓട്ടോ കാര്യങ്ങളൊക്കെ? 151 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പോയിക്കളാം. സിംഗിൾ മെയിൻറ്റൈൻ ആണ്. KL11 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള സ്പോർട്സ്, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന പുഷ് ബട്ടൺ ഉണ്ടോ? ഇല്ല, ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, നോർമൽ സ്റ്റാർട്ട് ഇല്ല. ഓക്കെ, അത് മാത്രമല്ല ബാക്കി അലോയ്സ്, ഫോഗ് ലാമ്പ്, DRL എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു 12 മോഡൽ 13 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ i20. എത്ര കൊടുക്കാം നമുക്ക്? നെറ്റായിട്ട് ഒരു 2.35 കൊടുക്കാം. 2,35,000 രൂപ നെറ്റ് റേറ്റ് ആണ്. ഫുൾ സർവീസ് ഉണ്ടല്ലേ? ആ സർവീസ് നമുക്ക് എടുത്തു. ഓക്കെ, നമുക്ക് ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? നമുക്കൊരു 1.75 2 രൂപേൻ്റെ അടുത്തായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം, മാക്സിമം കിട്ടും. ഇതാ ഒരു പുതിയ സാൻഡ്രോ. പുതിയതെന്ന് വെച്ചാൽ സാൻഡ്രോ ഇപ്പം ഇല്ല, പക്ഷേ ഇറങ്ങിയ ലാസ്റ്റ് ഷേപ്പാണ്. KL12 ഇവിടുത്തെ വയനാട് വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ സാൻഡ്രോ സ്പോർട്സ് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. സ്പോർട്സ് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അതൊക്കെ 20 മോഡൽ അല്ലേ? ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ലോ കിലോമീറ്റർ ആണല്ലേ? 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000. ഞാൻ പെട്ടെന്ന് 12,000 ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പാ? അല്ല, സെക്കൻഡ് ഓണർഷിപ്പില്ല. സെക്കൻഡ് ഓണർ. 2020 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ സാൻഡ്രോ ആണ്. 62,000 ഓടിയ വണ്ടി. എത്രയാ ചോദ്യം? നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 3,65,000 രൂപ കൊടുക്കാൻ പറ്റും. 3,65,000 അല്ലേ? 3,65 ഫൈനൽ പ്രൈസ് ആണ്. നെറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. നെറ്റ് പ്രൈസ് എന്താ? ഞാൻ കുറക്കൊന്ന് മേടിച്ചിട്ടാ? അല്ല, അത് ഫൈനൽ പ്രൈസ് ആണ്. ഓക്കെ, നെറ്റ് റേറ്റ് ആണ് 3,60 ചോദ്യം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. സാൻഡ്രോ ആണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ കിട്ടും. വേറെ വർക്കൊന്നുമില്ലല്ലോ? വേറെ ഒരു വർക്ക് കൊടുക്കാനൊന്നുമില്ല. ടയർ കണ്ടീഷൻ ടയർ ഉണ്ട്. ഓക്കെ, അടുത്ത വാഹനം ഹ്യുണ്ടായ് ഇയോൺ ആണ്. KL18 വടകര രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ മാഗ്ന പ്ലസ്. മാഗ്ന പ്ലസ് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ, സ്പോർട്സിന്റെ തൊട്ട് താഴെ, 18 മോഡൽ. ഓക്കെ, ഓട്ടം 62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലായിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി എടുത്തു കൊടുക്കാം. അല്ല, എല്ലാ കമ്പനിന്നാന്ന് പറയുന്നില്ല, ഒരു കമ്പനിന്നാണ്. ബാക്കിയുള്ളതൊക്കെ പ്രോപ്പർ സർവീസിലാണ്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട് അല്ലേ? അതെ. ഓക്കെ, അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ്. ഇയോണാണ്. 15-17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഏകദേശം 800 cc വണ്ടിയാണ്. വേറെ വർക്കൊന്നും ഇപ്പോൾ ഇല്ലല്ലോ? ചെയ്യാനൊന്നും നിലവിൽ ഇപ്പോൾ വർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇതിൽ തന്നെ ഇൻബിൽട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങൾ. സെൻട്രൽ ലോക്ക് കമ്പനി വരുന്നില്ല, സ്റ്റീരിയോ വരും. മാഗ്ന പ്ലസിൽ വരില്ല? ഇല്ല, മാഗ്ന പ്ലസിൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരും. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരും. പിന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ വരും. സെൻട്രൽ ലോക്ക്, മാനുവൽ സെൻട്രൽ ലോക്ക് വരും. ഓട്ടോമാറ്റിക് റിമോട്ട് വരും. മാനുവൽ സെൻട്രൽ ലോക്ക് വരും.
പിന്നെ പവർ വിൻഡോസ് വരും. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടെന്നാണ് മറ്റേ ബസ്സൊക്കെ വരുന്നത്. സാധാരണ ഇറാ പ്ലസിൽ ആകെ 2 ഡോർ പവർ വിൻഡോ മാത്രമേ ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് കോമൺ ആയിട്ട് വരും. ഓക്കെ, എക്സ്ട്രാ വരുന്ന ഇതേ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് അഡീഷണൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എത്ര ചോദ്യം? നമുക്ക് നെറ്റായിട്ട് ഒരു 2,25,000 രൂപയ്ക്ക് കൊടുക്കാം. 2.25 ലക്ഷം രൂപയ്ക്ക് 2018 ഹ്യുണ്ടായി ഇയോൺ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. KL 18 രജിസ്ട്രേഷൻ. ഓക്കെ, 1.25 2 രൂപയൊക്കെ ലോൺ കിട്ടും. 2 രൂപ വരെ കിട്ടും. വാല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ റേഞ്ചിൽ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ക്വിഡാണ്. KL 58 കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. തളിപ്പറമ്പ് ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡല് ക്വിഡ് RXT 1 ലിറ്റർ വരുന്നു. RXT ഓപ്ഷനിലല്ല? അല്ല, RXT ഇതിന്റെ വില ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട്. 17 2017 മോഡൽ. ഓക്കെ, ഓട്ടോ എത്ര പോയി? 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 52,000 സർവീസ് ഉണ്ടോ? സർവീസ് ഉള്ളതാണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്നതാണ്. ക്ലെയിമും കാര്യമൊന്നുമല്ലോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും അല്ല. ചെറിയ സാധനമുണ്ട്, ബമ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടച്ച് ഉണ്ട്. ബമ്പർ കാര്യമായിട്ട് ചെറിയ പെയിന്റിങ് ചെയ്യാണ്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടാ കൊടുക്കുക. ചെയ്യാണ്ട് ഞങ്ങൾ റിഫർബ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ചെയ്തിട്ടാ കൊടുക്കാം. ജസ്റ്റ് വന്ന വണ്ടിയാണ്. അതെ. ഓക്കെ. എത്ര ഇങ്ങനെ ചോദ്യം ഇപ്പോൾ? 2.30 നമുക്ക് ഫുള്ള് റിഫർബ് ഒക്കെ ചെയ്തിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് 2,30,000 രൂപയ്ക്ക് 2017 52,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പ് ക്വിഡ് RXT ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 800 cc അല്ലേ? അല്ല, 1000. അതെ. ഓക്കെ, 1000 cc ആണ്. അത്യാവശ്യം പവറും ഉണ്ടാവും. അപ്പോൾ ലോൺ എത്ര കയറും? ഒരു ലോൺ നമുക്ക് മാക്സിമം ലോൺ വരില്ല. ചിലപ്പോൾ നമുക്കൊരു 2 ലക്ഷം 2.10 വരെയൊക്കെ ലോൺ കിട്ടും. 2 ലക്ഷം രൂപ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 10,000-20,000 രൂപ കണ്ടാൽ കൊണ്ടുപോകാം. ഈ കണ്ടീഷനല്ലേ ഫുള്ള് ക്ലീൻ ആക്കി നീറ്റ് ആക്കിയിട്ട് തരാം. പെയിന്റ് ഒക്കെ അടിച്ച് പെയിന്റിങ് വേണ്ടെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അതിന്റെ എമൗണ്ട് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു വാഗണറാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് വാഗണർ VXI മിഡിൽ ഓപ്ഷൻ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ടാവും. ZXi പോകുമ്പോൾ ഡിഫോഗറും വൈപ്പറും വരുന്നുണ്ട്. ഇല്ല, അതില്ല. അത് ZXiൽ പോകുമ്പോൾ ഡിഫോഗറും റിയർ വൈപ്പറും ഒക്കെ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അഡീഷണൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ 9 ഇഞ്ച് ആണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2022 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന 42,000 കിലോമീറ്റർ ഓടി വാഹനം. 42,000 വലിയ ഓട്ടം പോയിട്ടില്ല. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് വരിക അല്ലേ? AMT വരുന്നത്. ഓക്കെ, മൈലേജ് സാധാരണ വാഗണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 14-17 റേഞ്ച് കിട്ടും. ഇതാണെങ്കിൽ ഒരു 13-16 റേഞ്ച്. വലിയ മാറ്റം വരില്ല. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ക്ലെയിം ഒന്നുമില്ല. സർവീസ് ഒക്കെ പ്രോപ്പറാണ്. പ്രോപ്പർ സർവീസ് ഒക്കെ. എത്ര ചോദ്യം? എത്ര നമുക്ക് നെറ്റായിട്ട് ഒരു 5.38 ഞങ്ങൾക്ക് 5,38,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2022 നോർമൽ ഓട്ടം ഓടിയ ഒരു VXI ഓട്ടോമാറ്റിക് വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം 5.38. ഓക്കെ, ലോൺ ഒരു 4.25 ലക്ഷം വരെ കിട്ടുമോ? 4.5 ലക്ഷം വരും. വെറും 83,000 രൂപയ്ക്ക് ഇതാ ഒരു ഫസ്റ്റ് ഷേപ്പ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് തരും. അതും അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ. നീറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ലോ കിലോമീറ്റർ അങ്ങനത്തെ ഒന്നുമല്ലേ. പിന്നെ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും കിട്ടൂല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും നീറ്റ് വണ്ടി എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനത്തെ ഒന്നുമല്ല. വണ്ടി ഓടിയിട്ട് വണ്ടിയുടെ വഴക്കമുണ്ട്. നമ്മൾ ചെയ്യേണ്ട സർവീസും കാര്യങ്ങളും ചെയ്യണം. വണ്ടി ബാക്കി നിങ്ങൾ ഓടിക്കുമ്പോൾ വണ്ടിക്ക് നിങ്ങൾ പുതിയ വണ്ടി എടുത്താലും വണ്ടിക്ക് വണ്ടീൻ്റെ പണി വരും. വണ്ടി എന്ന് വെച്ചാൽ പെട്ടിയിൽ വെച്ചാൽ ബൊമ്മക്കുട്ടിയൊന്നുമല്ല, അതിന് പണി വന്നോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടേ വണ്ടി എടുക്കാവും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2006 മോഡല് സ്വിഫ്റ്റ് VXI ആയിരുന്നു. 6 മോഡൽ VXI ആണ്. ഓക്കെ, അന്നത്തെ പെട്രോൾ വണ്ടി, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 2006. പേപ്പർ ഇപ്പോൾ എത്ര വരെ ഉണ്ട്? 27 റിന്യൂവലൊക്കെ വരുന്നത്. 27. ഇനി ഒരു വർഷം അല്ലേ? അതെ, ഒരു വർഷം. 1.5 വർഷം ഉണ്ടാവും അല്ലേ? 1.5. എനിക്ക് 27 മാർച്ചിൽ എങ്ങനെ വരുന്നത്? മാർച്ചിൽ 1.5 വർഷം ബാക്കിയുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. വർക്ക് ഉണ്ടോ വണ്ടിയിൽ? നിലവിൽ അങ്ങനെ കാര്യമായിട്ട് വർക്ക് എടുക്കാം. പെയിന്റിംഗ് കുറച്ച് ഞങ്ങൾ ചെയ്ത് വെച്ചതാണ്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് അല്ലേ? AC തണുപ്പൊക്കെ ഉണ്ടല്ലോ? ഒരു വർഷമില്ല. കംപ്രസർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ആ ഒരു വർക്കിംഗ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്, വേറെ അല്ല. ഓക്കെ, മേജർ ആക്സിഡന്റ് അങ്ങനെ തോന്നുന്നില്ല അല്ലേ? അങ്ങനെ മേജർ ആയിട്ടുള്ള വർക്കൊന്നുമില്ല. പിന്നെ അറിയാലോ 2006 വണ്ടി നമ്മൾ അവരെ എമൗണ്ടിന് അല്ലേ? 83,000 അല്ലേ ഫൈനൽ? 83,000 രൂപയ്ക്ക് നെറ്റ്. ഓക്കെ, 83,000 രൂപയ്ക്ക് 2027 മാർച്ച് വരെ പേപ്പറുള്ള ഈ ഒരു അലോയ്സ് ഒക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. 4 അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കാര്യമൊന്നും കിട്ടൂല. മോഡലിന് പഴക്കമുണ്ട്. പിന്നെ 85,000 ലോൺ ഇട്ടാലും നഷ്ടമായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ പറയാൻ? ഇല്ല, വേറെ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ആൾട്ടോ.
KL 12 വയനാട് വണ്ടി തന്നെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആ 30,000 രൂപയുടെ 35,000 സോറി 30,000 ഞാൻ പറഞ്ഞതാ. ഇതിപ്പം നല്ല ടയേഴ്സ് ഉണ്ടല്ലേ? നല്ല ടയേഴ്സാ? ടയർ അത്യാവശ്യം കുഴപ്പമില്ല, ടയറുണ്ട്, ആവറേജ് കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയാ മോഡലൊക്കെ ഇതിന്റെ? 2005 വരുന്നത്. നിലവിൽ ഇതിപ്പോ റിന്യൂ പേപ്പർ നമുക്ക് എടുക്കാനുള്ള വണ്ടിയാണ്. പേപ്പർ എടുത്തിട്ടാണെങ്കിൽ നമുക്കൊരു 55,000 രൂപ വരെ കൊടുക്കാം. പേപ്പർ ഇല്ലാണ്ട് ആ കണ്ടീഷൻ ആസ് ഇറ്റ് ഈസ് കണ്ടീഷൻ ആണെങ്കിൽ, ഈ കണ്ടീഷനിലാണെങ്കിൽ 35,000 ഈ ഒരു ആൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പേപ്പർ എടുത്തിട്ടാണെങ്കിൽ 55,000 കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. അപ്പോ ഇത് പൊടിയല്ലേ? മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്താൽ പെയിന്റിങ് കാര്യമൊന്നും പോയിട്ടില്ലല്ലോ? പോയിട്ടില്ല. കാര്യമായിട്ട് പെയിന്റിംഗ് ഒന്നും ചെയ്യാൻ എടുക്കാൻ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ലല്ലോ? കാര്യമായിട്ട് അങ്ങനെ വർക്കൊന്നുമില്ല. ബമ്പറൊക്കെ പുതിയ ബമ്പറാണ്. ഓക്കെ. ടയേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത എല്ലാം വർക്കിംഗ് അല്ലേ? ഇലക്ട്രിക്കൽ ഭാഗം എല്ലാം വർക്കിംഗ് അല്ലേ? ഹോൺ LX ആണ് കേട്ടോ, LXi അല്ല, LX ആണ്. ഓക്കെ. അല്ല ഹോൺ ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ്. അത് ചോദിച്ചതാ, വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ പേപ്പർ ഇല്ലാതെ 35,000 ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് കൊണ്ടുപോകും. പേപ്പർ എടുത്തിട്ടാണ് 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം തരും. ഇന്റീരിയർ വൈസും എല്ലാം നീറ്റാണ്, കാണാൻ നീറ്റ് തന്നെയാണ് വണ്ടി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു മിററിൽ കൊണ്ടുപോയിട്ട് സ്റ്റീൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്ലാക്കും. എന്താണ് അങ്ങനെ? ഓക്കെ. അപ്പോൾ ഒരു കാറ് കൊണ്ടുപോകണം എന്നുള്ള സ്വന്തമാക്കണം എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് പഠിക്കാനും അതേപോലെ തന്നെ ചെറിയ പർപ്പസിനൊക്കെ പറ്റിയ നല്ലൊരു വണ്ടി. അതെ. ഓക്കെ. ഇതിൻ്റെ ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? 1,25,000 ഓടിയിട്ടുണ്ട് മീറ്ററിൽ. ഓക്കെ. അത്രേ ഉള്ളൂ. മേജർ ക്ലെയിം അങ്ങനെ തോന്നുന്നില്ലല്ലോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ടുള്ള ഈ അപ്രോൺ വർക്ക് അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. നീറ്റ് ഓടിച്ചു കൊണ്ടുപോകും. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. 35,000 ഈ കണ്ടീഷൻ, 55,000 പേപ്പർ എടുത്തിട്ട് 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് കിട്ടും. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ചെറുവണ്ടികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇവരുടെ യാർഡ് കാണിച്ചിട്ടുണ്ട്. പുറകിൽ തന്നെ വേറെ ഷോറൂമുള്ള സെറ്റപ്പ് ഉണ്ട് പുറകിൽ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ തന്നെ ഏകദേശം എത്ര വണ്ടിയുണ്ട്? 2, 4, 6, 20 വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി എന്തായാലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ സെഗ്മെൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കാണാനും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 3 സ്ഥലത്തുണ്ട്. കോഴിക്കോട് തന്നെ പാവങ്ങാട്, കൊടുവള്ളിയുണ്ട്, വയനാട്, കൽപ്പറ്റ, എവിടെയായിരുന്നു? കൈനാട്ടി. നിനക്കെന്നെ കൺഫ്യൂഷൻ ഇല്ലേ? ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അഖിലേ, താങ്ക് യു. ബൈ.